ഡെമോക്രാറ്റിക് പ്രൊസീജിയറിനെ ടാമ്പർ ചെയ്യാൻ പറ്റുമെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെൻറ് നിൽക്കുന്ന സമയത്ത് നമ്മൾ തിരിച്ചു വിളിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് സംസാരിക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ അപകടകരമായിരിക്കും. അവരെന്തുകൊണ്ട് ക്രിമിനൽസിനെ ചൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, വൺ, നിങ്ങൾക്ക് ഇലക്ഷനിൽ ആവശ്യമുള്ള രണ്ട് സാധനമാണ്. ഒന്ന്, ഇലക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോസ്റ്റ്ലി അഫെയർ ആണ്, യു നീഡ് മണി. രണ്ടാമത്തെ, നിങ്ങൾക്ക് യു നീഡ് വോട്ട്. നിങ്ങൾക്ക് അങ്ങനെ വിലയിരുത്താൻ കഴിയുന്നുണ്ടെങ്കിൽ, അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് പുറത്തുവിടാൻ കഴിയുന്നുണ്ടെങ്കിൽ, ഒരു ജനപ്രതിനിധി ജനങ്ങളോട് അല്ലെങ്കിൽ ആ മണ്ഡലത്തോട് അല്ലെങ്കിൽ ആ സിസ്റ്റത്തോട്, കോൺസ്റ്റിറ്റ്യൂഷനോട് കുറച്ചുകൂടെ റെസ്പോൺസിബിളായി മാറാനുള്ള സാധ്യതയുണ്ട്. ഇൻസൈറ്റിലേക്ക് സ്വാഗതം. കേരളത്തിൽ വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് ഇൻസൈറ്റിൽ ചർച്ച ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പും വോട്ടറുടെ അവകാശവും ആയി ബന്ധപ്പെട്ട ഒരു വിഷയം കൂടിയാണ്. ഈ അടുത്ത കാലത്തായി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെയുള്ള പീഡന പരാതികൾ എന്ന് നമുക്ക് പറയാം, അതുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ അദ്ദേഹത്തിനെതിരായ ഒരു നോട്ടീസ് CPM-ൻ്റെ അംഗമായ DK മുരളി നൽകിയിട്ടുണ്ട്. നിയമസഭയുടെ അന്തസ്സിന് യോജിക്കാത്ത വിധത്തിൽ പെരുമാറിയെന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നോട്ടീസിൻ്റെ അടിസ്ഥാനം. അതുകൊണ്ട് അദ്ദേഹത്തെ അയോഗ്യനാക്കണമെന്നാണ് DK മുരളി നൽകിയ നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് നിയമസഭയുടെ എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റിയാണ് ഈ തുടർ നടപടികൾ തീരുമാനിക്കേണ്ടതെന്നാണ് നിയമസഭാ സ്പീക്കർ MN ഷംസീർ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അങ്ങനെ എത്തിക്സ് ആൻഡ് പ്രിവിലേജസ് കമ്മിറ്റി ശുപാർശ ചെയ്താൽ നിയമസഭ ചർച്ച ചെയ്ത് ഒരു തീരുമാനമെടുക്കുമെന്നാണ് സ്പീക്കർ പറഞ്ഞത്. അതേസമയം തന്നെ മറ്റൊരു വിഷയം ഇതിൽ നിലനിൽക്കുന്നുണ്ട്. വോട്ടർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശത്തിനപ്പുറം ഒരു MLA, ഈ കേസുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, ഒരു MLA-യിൽ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിയിൽ അവിശ്വാസമുണ്ടായാൽ വോട്ട് ചെയ്യാനുള്ള അവകാശത്തിനൊപ്പം അദ്ദേഹത്തെ വിലയിരുത്താനും അദ്ദേഹത്തെ തിരിച്ചു വിളിക്കാനുമുള്ള അവകാശം ഉണ്ടായിരിക്കണമോ എന്നുള്ള വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ഈ വിഷയം ചർച്ച ചെയ്യാനായി എന്നോടൊപ്പം ഡോക്ടർ ഷാഹുൽ ഹമീദുണ്ട്. അദ്ദേഹം കേരള രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ഗവേഷണം നടത്തിയ ഒരാളാണ്. സ്വാഗതം. താങ്ക് യു. നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു അക്കാദമികമായൊരു വിഷയമാണ്. ഈ തെരഞ്ഞെടുപ്പ് പൗരന് വോട്ട് ചെയ്യാനുള്ള അവകാശം മാത്രമാണോ ഉള്ളത്? 5 വർഷം കഴിഞ്ഞിട്ടാണ്, പലപ്പോഴും പരാതികൾ പറയാറുണ്ട്, 5 വർഷത്തിന് ശേഷമാണ് ഒരു MLA-യെ വീണ്ടും ഞങ്ങൾ കാണുന്നത് അല്ലെങ്കിൽ ഒരു MP-യെ കാണുന്നതെന്നൊക്കെ പരാതിപ്പെടാറുണ്ട്. അപ്പോൾ ഒരു MLA-യുടെ പ്രവർത്തനങ്ങൾ പലതരത്തിലായിരിക്കും. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ വന്നിരിക്കുന്നത് ക്രിമിനൽ ഒഫൻസ് എന്ന് പറയാവുന്ന തരത്തിലുള്ള അങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു വിഷയമാണ്. സ്ത്രീ പീഡനം എന്ന് പറയുന്ന കേസുകളാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. രജിസ്റ്റർ ചെയ്യപ്പെട്ടെന്ന് മാത്രമല്ല, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തും ഈ അറസ്റ്റ് അന്വേഷണ ഏജൻസികൾ നിയമസഭാ സ്പീക്കറെ അറിയിക്കുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നിയമസഭയിൽ ഉണ്ടാകാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഒരു നിയമസഭാംഗം പരാതിയും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വഴിക്ക് നടക്കേണ്ട ഒരു നിയമപരമായൊരു സംഗതിയാണ്. ഇപ്പോൾ സ്പീക്കർ തന്നെ പറഞ്ഞത് ഇത് സങ്കീർണമായൊരു നിയമപ്രശ്നമാണ്, അതുകൊണ്ട് ഇത് സൂക്ഷിച്ച് മാത്രമേ കൈകാര്യം ചെയ്യാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഈ എത്തിക്സ് കമ്മിറ്റി ശുപാർശ ചെയ്താലും നിയമസഭയ്ക്കൊരു തീരുമാനമെടുത്ത് അദ്ദേഹത്തെ അയോഗ്യനാക്കാൻ കഴിയുമോ എന്നുള്ള പ്രശ്നം നിയമപ്രശ്നമായി നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ നിയമസഭ ഒരു തീരുമാനമെടുത്താൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും MLA അയോഗ്യനാക്കപ്പെടുന്ന ആൾക്ക് ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ സമീപിക്കാനുള്ള അവകാശം വീണ്ടും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു സങ്കീർണമായ നിയമപ്രശ്നമായി നീണ്ടുപോകുന്നുണ്ട്. പക്ഷേ ഒരു നിയമസഭാ മണ്ഡലത്തിലെ MLA-യെ സംബന്ധിച്ചിടത്തോളം, MLA എന്ന നിലയിൽ അത്തരം സന്ദർഭങ്ങളിൽ, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വരുന്നത് നമ്മുടെ നിയമസഭയുടെ കാലാവധി അവസാനിക്കാൻ പോകുന്നൊരു സമയത്താണ്. മറിച്ച് ഇതിന് മുൻപുള്ള സാഹചര്യങ്ങളിലാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ എന്താണ് ഉണ്ടാവുക? ആ മണ്ഡലത്തിലെ വോട്ടർമാരുടെ അവർക്ക് ഒരാളിൽ അവിശ്വാസം നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ഒരു ക്രിമിനലായ പ്രവൃത്തി ചെയ്ത ഒരാൾ തങ്ങളുടെ MLA ആയി തുടരുന്നു, അഴിമതിക്കാരനായ ഒരാൾ MLA ആയി തുടരുന്നു. ആ സാഹചര്യം ഒഴിവാക്കാൻ അവർക്ക് അവരുടെ MLA എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? അത്തരത്തിൽ ഒരു റൈറ്റ് ടു റീകോൾ ഒരു പൗരനുണ്ടാകുമോ അല്ലെങ്കിൽ വോട്ടർക്കുണ്ടാകുമോ എന്നുള്ള ഒരു ചോദ്യം നിലവിലുണ്ട്. മാത്രമല്ല, അവരുടെ പ്രവർത്തനം വിലയിരുത്താൻ, ഇപ്പോൾ ആ നിയമസഭാ മണ്ഡലത്തിന് വേണ്ടി MLA ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ അത് വിലയിരുത്താനുള്ള അവകാശം ഉണ്ടാകേണ്ടതല്ലേ എന്നുള്ളതാണ് ഒരു നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. ഓക്കെ. സാധാരണ രീതിയിൽ മറ്റു ഭരണ സംവിധാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ജനാധിപത്യത്തെ നമ്മൾ കാണുന്നത്, അതിൽ നിങ്ങൾക്ക് എലക്ട് ചെയ്യാനും ആ എലക്ട് ചെയ്ത ആളെ പെർഫോമൻസ് നോക്കിയിട്ട്
വീണ്ടും ഒന്നുകിൽ ആളെ തന്നെ എലക്ട് ചെയ്യണോ, അതല്ലെങ്കിൽ ആളെ പണിഷ് ചെയ്യണോ, അതല്ലെങ്കിൽ അയാളെ റിവാർഡ് ചെയ്യണോ എന്ന് തീരുമാനിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നുള്ള. അത് നിങ്ങൾക്ക് 5 വർഷത്തിന് ശേഷം അല്ല ടേമിന് ശേഷം 4 ആണെങ്കിലും 6 ആണെങ്കിലും അതിന് ശേഷമാണ് ഉള്ളത്. നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വിഷയം വരുന്ന സമയത്തെ ആണ് ഇപ്പോൾ നമ്മൾ ജനപ്രതിനിധിയെ തിരിച്ചു വിളിക്കുന്ന കാര്യം ചർച്ച ചെയ്യുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് 2024-29 ലോക്സഭ ഇപ്പം നിലനിൽക്കുന്ന ലോക്സഭയിൽ ADR റിപ്പോർട്ട് അനുസരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെ ഉള്ള 1/3 ഈ ലോക്സഭയുടെ 1/3 ആളുകളും രാഹുൽ മാങ്കൂട്ടത്തെ പോലെ അതിനേക്കാളും വലിയ കുറ്റങ്ങൾ ക്രിമിനൽ കേസസുകൾ നേരിടുന്നവരാണ്. 33% ഏകദേശം വരുന്നുണ്ട് ADR റിപ്പോർട്ട് അനുസരിച്ച്. അതിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ മർഡർ, റേപ്പ്, വയലൻസ് അഗെയിൻസ്റ്റ് വുമൺ, ഇതുപോലുള്ള കേസസ് ഫേസ് ചെയ്യുന്ന ആളുകളാണ്. നമ്മൾ ക്രിമിനൽ കേസസ് മാത്രം നോക്കുകയാണെങ്കിൽ 45-50% ഇന്ത്യയിലെ ലോക്സഭ MP-മാർ, ഇത് MP-മാരുടെ കാര്യം മാത്രമല്ല, MLA-മാരുടെ സ്റ്റേറ്റിൽ നോക്കുക, ആന്ധ്രാപ്രദേശൊക്കെ പോലുള്ള സ്ഥലങ്ങളിൽ 70%-ലധികം ആളുകളും ക്രിമിനൽ കേസസുകൾ ഫേസ് ചെയ്യുന്ന ആളുകൾ. ചിലതൊക്കെ പൊളിറ്റിക്കൽ ആക്ടിവിറ്റിയായി ബന്ധപ്പെട്ട കേസുകളായിരിക്കും. പൊളിറ്റിക്കൽ ആക്ടിവിറ്റി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കേരളത്തിലുള്ളത് 69% MLA-മാർക്കും ക്രിമിനൽ കേസുകളുണ്ട്. അത് ഒരു ക്രിമിനൽ കേസ് ഉണ്ടാവുക എന്നുള്ള ഒരു അലങ്കാരത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതായിരിക്കും. പക്ഷെ സീരിയസ് ക്രിമിനൽ കേസസ് ഉള്ളത് 31-32% ആളുകളുണ്ട്. 27 MP-മാർ അവരുടെ അഫിഡവിറ്റിൽ എഴുതി കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ മുൻപ് കൺവിക്റ്റ് ചെയ്യപ്പെട്ട ആളുകളാണെന്ന്. അപ്പം നമുക്ക് ഇവിടെ ചോദിക്കാൻ പറ്റുന്നൊരു വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ചോദ്യം, നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അദ്ദേഹത്തിൻ്റെ ഒരു ക്രിമിനൽ കേസസിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന അദ്ദേഹം എലക്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അതിനെക്കുറിച്ച് അറിയുന്നത്. പക്ഷേ ക്രിമിനൽ ആണ് എന്ന് ഉറപ്പുണ്ടായിട്ടും എങ്ങനെയാണ് ഒരാൾ എലക്ട് ചെയ്യപ്പെടുന്നത്? ജനങ്ങളാണല്ലോ എലക്ട് ചെയ്യുന്നത്. ഈ ജനങ്ങൾ തന്നെയാണല്ലോ തിരിച്ചു വിളിക്കുന്നത്. അപ്പം നമ്മൾ റൈറ്റ് ടു റീകോൾ ഇന്ത്യയിൽ എത്രമാത്രം നടപ്പിലാവും എന്നത് സംശയം പ്രകടിപ്പിക്കേണ്ടത് അവിടെയാണ്. അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം അറിയോ, ഇത് ഇന്ത്യയിൽ മാത്രമുള്ളൊരു ഫിനോമിന അല്ല ഈ ക്രിമിനൽസ് ഇൻ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ബ്രസീലിൽ ഈ അടുത്തൊരു സ്റ്റഡി പറയുന്നത് 60% ആൻഡ് എബോവ് ആളുകൾ ക്രിമിനൽസാണ്. മയക്കുമരുന്നൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവിടെ പല കേസസുകൾ വരുന്നുണ്ട്. നൈജീരിയയിൽ ഒരു ഇൻട്രസ്റ്റിംഗ് കേസ് എന്താണെന്ന് വെച്ചാൽ അവിടെ കാൻഡിഡേറ്റ്സ് എലക്ഷൻ്റെ മുൻപ് ഷോക്കേസ് ചെയ്തു, ഞങ്ങൾ ഇന്ന മിലിറ്റൻ്റ് ഓർഗനൈസേഷനുമായിട്ട് കണക്റ്റഡ് ആണ്, ക്രിമിനൽസ് ആണ്. ഇന്ത്യയിലെ ഒരു സ്റ്റഡി നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ എങ്ങനെയാണ് ക്രിമിനൽസിനെ പൊളിറ്റിക്സിൽ കണക്കാക്കുന്നത്. ക്രിമിനലാണ് കാൻഡിഡേറ്റ് എങ്കിൽ ഓപ്പോസിഷൻ കാൻഡിഡേറ്റ് ക്രിമിനൽ അല്ലെങ്കിൽ ക്രിമിനൽ ജയിക്കാനുള്ള പ്രോബബിലിറ്റിയാണ് കൂടുതൽ. ക്രിമിനൽ ആയിട്ടുള്ള കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് റീഎലക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി കൂടുതലാണ്. അപ്പം എന്തിനാണ് ജനങ്ങൾ എലക്ട് ചെയ്യുന്നത്? അവിടെയാണ് നമ്മൾ കോംപ്ലക്സിറ്റി മനസ്സിലാക്കേണ്ടത്. ഇത് അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഫിനോമിനയാണ് ആളുകൾ ക്രിമിനൽസിനെയും സ്ട്രോങ് മാനെയും എലക്ട് ചെയ്യാന്ന് പറയുന്നത്. അത് നിങ്ങൾക്കൊരിക്കലും ഒരു റൈറ്റ് ടു റീകോൾ വെച്ചതുകൊണ്ട് കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് റൈറ്റ് ടു റീകോൾ തിരിച്ചു വിളിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് ചിലപ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വെക്കുന്ന വലിയൊരു അതിമോഹമായിരിക്കും. പക്ഷേ ഈ ആവശ്യം 1924 തന്നെ ഉയരുന്നുണ്ട്. ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് ആർമിയുടെ നേതാവായിരുന്ന ഒരാൾ, ഇപ്പോൾ ഭഗത് സിംഗ് ഒക്കെ പ്രവർത്തിച്ചൊരു സംഘടനയായിരുന്നു. അന്ന് തന്നെ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്, അയാളുടെ പേര് വിട്ടു പോകുന്നു, അന്ന് തന്നെ ഉന്നയിക്കുന്നുണ്ട് അവരുടെ പാർട്ടിയുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞൊരു സംഗതിയാണ് റൈറ്റ് ടു റീകോൾ ഉണ്ടാകണം. അത് ഡെമോക്രസി അർത്ഥവത്താകണമെങ്കിൽ ഒരാളെ തിരഞ്ഞെടുത്താൽ മാത്രമല്ല അയാളെ തിരിച്ചു വിളിക്കാനും ഉള്ള അവകാശം കൂടെ ഉണ്ടാകണമെന്നുള്ളത്. ഇനി ഇന്ത്യൻ പാർലമെൻറ്റിൽ അതിനൊക്കെ ശേഷം പല ഘട്ടങ്ങളിൽ ഈ ആവശ്യം ഉയർന്നു വന്നിട്ടുണ്ട്. ഒന്ന് 1974 കേരളത്തിൽ നിന്നുള്ള MP ആയി CK ചന്ദ്രപ്പൻ, CPIയുടെ MP ആയിരുന്നു. അദ്ദേഹം ഈ ആവശ്യം പാർലമെൻറ്റിൽ ഉന്നയിക്കുന്നുണ്ട്. അന്നതിനെ പിന്തുണച്ചത് അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു. അന്ന് ജനസംഘത്തിൻ്റെ നേതാവായിരുന്നു വാജ്പേയി. അദ്ദേഹം അതിനെ പിന്തുണച്ചിട്ടുണ്ട്. പക്ഷേ ആ ബില്ല് പാസ്സായില്ല, ഭൂരിപക്ഷവും അതിനെ തള്ളിക്കളയുകയാണ് ചെയ്തത്. പിന്നീട് 2016 വരുൺ ഗാന്ധി ഇതേ ആവശ്യം ഒരു സ്വകാര്യ ബില്ലായി അവതരിപ്പിക്കുകയുണ്ടായി. അന്നും ആ ബില്ല് അംഗീകരിക്കപ്പെട്ടില്ല. അപ്പോൾ ഈ ആവശ്യം പല ഘട്ടങ്ങളിലായി ഇന്ത്യയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. മാത്രമല്ല തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ ചിലയിടത്ത് അവരുടെ അധ്യക്ഷന്മാരെ നീക്കാനും ഒക്കെ, അതുപോലെ ഗ്രാമസഭകളിലൂടെ ആളുകളെ തിരിച്ചു വിളിക്കാനുമുള്ള അവകാശം ചില സ്ഥലങ്ങളിലെങ്കിൽ ചില സംസ്ഥാനങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മധ്യപ്രദേശ്, ബീഹാർ, ഹരിയാന തുടങ്ങിയ മുനിസിപ്പാലിറ്റികളിലും പല സ്ഥലങ്ങളിലും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു
മറ്റ് പല രാജ്യങ്ങളിലും, യൂറോപ്യൻ രാജ്യങ്ങളിലും, ക്യൂബ ഉൾപ്പെടെ ഉണ്ടെന്നാണ് പറയുന്നത്. ഒരു വിലയിരുത്തുക. ഒന്ന് ജനഹിത പരിശോധന നടത്തുക. ആ പരിശോധന സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ പ്ലെബിസൈറ്റ് എന്നൊക്കെ പറയുന്ന സംഗതികൾ നടപ്പാകുന്നുണ്ട്, റഫറൻഡം നടപ്പാകുന്നുണ്ട്. അത് പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒരുപക്ഷെ തന്നെ റഫറൻഡം നടപ്പാകാറുണ്ട്. അത്തരം സംഗതികൾ നിലനിൽക്കുന്നത്. അപ്പോൾ അത് ഇന്ത്യയിൽ ആദ്യമായിട്ടല്ല ഈ ഒരു ആവശ്യം ഉയർന്നു വരുന്നത്. ഇന്ത്യയിൽ റൈറ്റ് ടു റീകോൾ പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി തന്നെ നിലവിലുണ്ട്, ഒരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ അത് കേരളത്തിൽ കാര്യമായി ഡിസ്കസ് ചെയ്യപ്പെട്ട വിഷയമല്ല. പക്ഷേ കേരളത്തിലെ ഒരു പാർലമെൻറ്റ് അംഗം 74 ഉന്നയിച്ചൊരു വിഷയമാണ്. അപ്പോൾ അങ്ങനെ ഇന്ത്യയിൽ ഉയർന്നു വന്നൊരു ആവശ്യമാണ് നമ്മൾ ഈ ഒരു സന്ദർഭത്തിൽ വീണ്ടും ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ ലൈക്ക് നിങ്ങൾ ഇന്ത്യയിലെ ഈ എലമെൻ്റ് പരിശോധിക്കുമ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, റൈറ്റ് ടു റീകോൾ എന്നതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഇന്ത്യൻ ഡെമോക്രസിയിൽ ഈ സവിശേഷമായിട്ടുള്ള ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇത്തരം ഒരു തിരിച്ചു വിളിക്കാൻ പറ്റും എന്നുള്ള ഒരു നിയമം വരികയാണെങ്കിൽ ഈ കോൺഗ്രസ് പാർട്ടിയിലെ 100-101 MP അല്ലേ ഇപ്പോൾ ഉള്ളത്, അവരൊക്കെ ഇപ്പോൾ പാർലമെൻറ്റിൽ ഇരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഏതൊക്കെ ഇപ്പോൾ നിങ്ങൾ നോക്കി ഒരു ചെറിയൊരു പ്രൊവിഷൻസ് ഉപയോഗിച്ചിട്ടാണ് രാഹുൽ ഗാന്ധിയെ ഡിസ്ക്വാളിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ രീതിയിൽ ഡെമോക്രാറ്റിക് പ്രൊസീജിയറിനെ ടാമ്പർ ചെയ്യാൻ പറ്റുമെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെൻറ് നിൽക്കുന്ന സമയത്ത് നമ്മൾ തിരിച്ചു വിളിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് സംസാരിക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ അപകടകരമായിരിക്കും. കാരണം ഇത് റീകോൾ എന്നൊക്കെ പറയുന്നത് നമ്മൾ പറയില്ലേ, ഇറ്റ്സ് ഓൺലി ചെറി ഓൺ ദ കേക്കാണ്. കേക്ക് നിലനിന്നാലേ നിങ്ങൾക്ക് ആ ചെറിക്ക് എന്തെങ്കിലും സ്കോപ്പ് ഉള്ളൂ. നമുക്ക് ഡെമോക്രസിയിൽ ബേസിക് ആയിട്ട് നമ്മൾ ഇന്ന് ഇപ്പം വെസ്റ്റേൺ ഡെമോക്രസികൾ നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ള റീകോൾ ഉള്ള സ്റ്റേറ്റുകളൊക്കെ നോക്കുകയാണെങ്കിൽ അവിടുത്തെ ബേസിക് ട്രസ്റ്റ് ജനങ്ങൾക്ക് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പം നമ്മളെ പ്രശ്നം എന്താണ്, ഒരു എലക്ഷനിൽ സംഭവിക്കേണ്ട ഒന്ന് അവിടുത്തെ റോൾ പ്രിപ്പറേഷന്, അതിൽ എഗ്രിമെൻ്റ് ഉണ്ടോ? ഇല്ല. എലക്ഷൻ നടത്തുന്നതിൽ എഗ്രിമെൻ്റ് ഉണ്ടോ? ഇല്ല. ആൾ ഡിസ്ക്വാളിഫൈ ആവുന്നതിനെക്കുറിച്ച്, ഡിസ്ക്വാളിഫിക്കേഷൻ ആക്ട് വർക്ക് ചെയ്യുന്നതിനെക്കുറിച്ച് എഗ്രിമെൻ്റ് ഉണ്ടോ? ഇല്ല. കോടതി വർക്ക് ചെയ്യുന്നതിനെക്കുറിച്ച് സംശയങ്ങളുണ്ടോ? സംശയങ്ങളുണ്ട്. ഇനി നിങ്ങൾ ഇതിലേക്ക് റൈറ്റ് ടു റീകോൾ ആകുന്നതിനെ കുറിച്ച് പോലും സംശയങ്ങളില്ല. SIR പോലുള്ള സംഗതികൾ, SIR ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് റൈറ്റ് ടു റീകോളിന് ആഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ BJPയും റൂളിംഗ് അലയൻസ് ഏത് രീതിയിൽ ഉപയോഗിക്കുന്നുള്ള നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഈ ഭരണഘടനാ രൂപീകരണ സമയത്ത് തന്നെ ഇത് വളരെ ഗൗരവമുള്ളൊരു ചർച്ചയായി വന്നിരുന്നു. അപ്പോൾ അന്ന് അതിനെ ഡോക്ടർ BR അംബേദ്കർ അന്ന് അതിനെ എതിർത്തു. രൂപപ്പെട്ടു വന്നിരുന്ന ഒരു ശൈശവാവസ്ഥയിലുള്ള ഒരു രാജ്യം രൂപപ്പെടുന്ന സമയത്ത് ഇത്തരം സംഗതികൾ ചേർക്കുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അതുപോലെ തന്നെ സർദാർ പട്ടേലും ഈ ആവശ്യത്തെ എതിർത്തു. അദ്ദേഹം പറഞ്ഞത് ഏതെങ്കിലും ഒരു കുഞ്ഞാട് വഴിതെറ്റിപ്പോയി എന്ന് വിചാരിച്ചിട്ട് ഈ മൊത്തത്തിൽ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയെ മൊത്തത്തിൽ സംശയത്തിൽ നിർത്തുന്നതും അല്ലെങ്കിൽ ഈ സംവിധാനത്തെ മൊത്തത്തിൽ സംശയത്തിൽ നിർത്തുന്നതും ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ് സർദാർ പട്ടേൽ ഉന്നയിച്ചത്. അപ്പോൾ അന്ന് തൊട്ടേ ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ തന്നെ ചർച്ച ചെയ്തൊരു വിഷയമാണ് പിന്നീട് ഭരണഘടനാ ഭേദഗതിക്ക് വേണ്ടി പാർലമെൻറ്റിലൊക്കെ ഉയർന്നു വന്നത്. അപ്പോൾ ഈ നമ്മൾ യൂറോപ്പിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് പലപ്പോഴും ഇത്തരം ആവശ്യങ്ങൾ. ഇപ്പോൾ ഒന്ന് ഡെമോക്രസിയെ കുറച്ചുകൂടെ ഒരു ഉയർന്ന തലത്തിലേക്ക്, ഇപ്പം വോട്ട് ചെയ്യാനുള്ള റൈറ്റ് വോട്ടുണ്ട്. നിങ്ങൾക്കൊരു പൗരൻ എന്ന നിലയിൽ നമുക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. ഈ വോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് പലരുടെയും പശ്ചാത്തലം അറിയണമെന്നില്ല. അയാളുടെ പേരിൽ കേസുകളുണ്ടോ, അയാൾ ഏത് തരക്കാരനാണ്, അല്ലെങ്കിൽ അയാൾ മറ്റെന്തെങ്കിലും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവനാണോ, ഇതൊന്നും നമുക്കറിയാനുള്ള കഴിയില്ല. ഒരു പക്ഷേ ഇതിന് ശേഷമായിരിക്കാം ഈ അഴിമതിക്കാരനാണോ, മറ്റെന്തെങ്കിലും. ഇപ്പം ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ചിട്ട് അയോഗ്യത കൽപ്പിക്കാൻ പല മാനദണ്ഡങ്ങളുണ്ടോ. മാനസികമായ പ്രശ്നങ്ങളുള്ള ആളുകളെ പോലും അത് തെളിയിക്കപ്പെട്ടാൽ ഒഴിവാക്കണം എന്നാണ് ജനപ്രാതിനിധ്യത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ മറ്റ് തരത്തിലുള്ള ഏതെങ്കിലും തരത്തിൽ ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ഉള്ള ആളുകളെ ഒഴിവാക്കണം. ഇതൊക്കെ പലർക്കും ഉള്ള കാര്യമാണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാൻ ജനപ്രാതിനിധ്യ നിയമത്തിലും ഭരണഘടനയിലും ഒക്കെ തന്നെ നിർദ്ദിഷ്ടമായ ചില വകുപ്പുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിലനിൽക്കെ നമ്മളൊരാളെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അറിയുന്നത് അയാളെക്കുറിച്ചുള്ള കേസുകൾ പുറത്തു വരുന്നു, അയാളുടെ ക്രിമിനൽ ആക്ടിവിറ്റീസ് പുറത്തു വരുന്നു, അയാളുടെ അഴിമതികൾ പുറത്തു വരുന്നു, അയാളുടെ മറ്റു തരം താല്പര്യങ്ങൾ പുറത്തു വരുന്നു. അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഒരു വോട്ടർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വോട്ടർമാർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇതിൽ എനിക്ക് ചെറിയൊരു എതിരഭിപ്രായം ഉള്ളതേ, 2014 2019 2024 എത്തിയപ്പോഴേക്ക് ഇന്ത്യൻ പാർലമെൻറ്റിലെ ക്രിമിനൽസിൻ്റെ എണ്ണത്തിൽ 55% ആളുകൾക്കാണ് വർധനവുണ്ടായിരിക്കുന്നത്. ഇപ്പം മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒരു സ്റ്റഡി നിങ്ങൾ നോക്കുകയാണെങ്കിൽ 85.5% ഇന്ത്യൻ ഹൗസ് ഹോൾഡിനും
ഇൻ്റർനെറ്റിലേക്കും സ്മാർട്ട് ഫോണിലേക്കും ആക്സസ് ഉണ്ട്. ആളുകൾക്ക് ഇൻഫർമേഷൻ്റെ ഒരു കുറവുമില്ല. ആളുകൾക്ക് ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഞാൻ എലക്ട് ചെയ്യാൻ പോകുന്നത് ക്രിമിനലിനെയാണ്. അവിടേക്കാണ് ഞാൻ തിരിച്ചു വരുന്നത്. ക്രിമിനലാണ് ആൾ എന്നറിയുമ്പോൾ ആൾക്ക് എക്സ്ട്രാ അഡ്വാൻറ്റേജ് ഇന്ത്യൻ പൊളിറ്റിക്സിൽ ഉണ്ടാകുന്നു. എന്തുകൊണ്ടുണ്ടാകുന്നു എന്നുള്ളതിനെ മിലാൻ വൈഷ്ണവ് എന്ന് പറഞ്ഞൊരു സ്കോളർ വൈ ക്രൈം പേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ബുക്കിൽ ആൾ പറയുന്നുണ്ട്. മണി, ക്രൈം, പൊളിറ്റിക്സ് ഇത് മൂന്നിനും കണക്ഷൻ ഉണ്ട്. നിങ്ങളൊരു പൊളിറ്റിക്കൽ പാർട്ടി റൺ ചെയ്യുന്ന ആളാണെങ്കിൽ ആ പാർട്ടിയുടെ ലീഡറെ സംബന്ധിച്ചിടത്തോളം ഇതൊരു റിസ്കി അഫെയറാണ് ഒരു ഇലക്ഷൻ റൺ ചെയ്യുക എന്ന് പറയുന്നത്. ഇതിൽ അവരെപ്പോഴും നിങ്ങൾ നോക്കുക ലൈക്ക് എ ബിസിനസ്മാൻ അവർക്ക് എപ്പോഴും റിസ്ക് ഒഴിവാക്കിയിട്ട് മാക്സിമം ബെനിഫിറ്റ് കിട്ടാനാണ് നോക്കുക. അവരെന്തുകൊണ്ട് ക്രിമിനൽസിനെ ചൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇലക്ഷനിൽ ആവശ്യമുള്ള 2 സാധനമാണ്. ഒന്ന് ഇലക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോസ്റ്റ്ലി അഫെയറാണ്, യു നീഡ് മണി. രണ്ടാമത്തെ നിങ്ങൾക്ക് യു നീഡ് വോട്ട്. ഈ 2 സാധനം ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള നമ്മൾ പറയുന്ന സോക്കോൾഡ് സ്കൗണ്ട്രൽസിന് ഇത് രണ്ടും കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ആര് എലക്ട് ചെയ്യുന്നത്. ഞാൻ അഗെയിൻ കമ്മിങ് ടു 1 പോയിൻറ്റ്, ക്രിമിനലാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരുപാട് ആൾക്കാർ ബീഹാറിൽ നിന്നൊക്കെ എലക്ട് ചെയ്ത് വരുന്നുണ്ട്. അവർ എന്തുകൊണ്ടായിരിക്കും അവരെ എലക്ട് ചെയ്യുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് കേസ് എന്താണെന്ന് വെച്ചാൽ ആളുകൾക്ക് ക്രിമിനൽസിന് വോട്ട് ചെയ്യുന്നതിന് 2 സാഹചര്യമാണ് ഇന്ത്യയിലുള്ളത്. അതിൽ ഒന്നാമത്തെ സാഹചര്യം ഇന്ത്യയിലെ സ്റ്റേറ്റ് നന്നായിട്ട് ഡെലിവർ ചെയ്യുന്നില്ല. സ്റ്റേറ്റ് കൊടുക്കേണ്ട അപ്പോൾ പോലീസ് സംവിധാനം നന്നായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അവർക്ക് അപ്പോൾ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും ഒരാളെ സപ്പോർട്ട് വേണം. രണ്ടാമത്തെ അവിടുത്തെ ഡെലിവറി സിസ്റ്റംസ് നല്ലോണം വർക്ക് ചെയ്യുന്നില്ല. അവിടെ നിങ്ങൾക്ക് ഒരാളുടെ ആവശ്യം വേണം. ഞാൻ ക്രിമിനലാണ് എന്ന് പറയുമ്പോൾ ദാറ്റ്സ് എൻ ആഡഡ് അഡ്വാൻറ്റേജ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബീഹാറിലൊരു പൊളിറ്റീഷ്യനായിരുന്നു ഇപ്പോഴുള്ള പപ്പു യാദവ്, നിങ്ങളെ അറിയാവുന്ന ആളാണ്. ആൾക്കെതിരെ ഒരുപാട് ക്രിമിനൽ കേസസ് ഉണ്ട്. സിവാനിൽ ഒരുപാട് കാലം ഫൈറ്റ് ചെയ്ത് ജയിച്ച് വന്ന ഒരാളായിരുന്നു ഷഹാബുദ്ദീനെതിരെ 10-11 മേർഡർ കേസുകളുണ്ട്. ജെഎൻയുലുണ്ടായിരുന്ന ആളെ കൊലപ്പെടുത്തിയ ആളാണ്. ഈ കഴിഞ്ഞ ഇലക്ഷനിൽ അയാളുടെ മകനാണ് സ്റ്റേറ്റ് അസംബ്ലിയിലേക്ക് എലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. എന്തിനാ ആളുകളെ ജയിപ്പിക്കുന്നതെന്ന് വെച്ചാൽ സിമ്പിൾ, അവിടുത്തെ ഡോക്ടർമാരെ 50 രൂപൻ്റെ മുകളിലേക്ക് ചാർജ് ചെയ്യാൻ പറ്റില്ല എന്ന് ഇവർ തീരുമാനിച്ചിരിക്കുകയാണ്. ഏതെങ്കിലും ഡോക്ടർ ഹോസ്പിറ്റലിൽ രോഗിയെ എടുക്കാൻ മടിക്കുന്നുണ്ടെങ്കിൽ ഇവരപ്പം തോക്കും എടുത്ത് പോയിട്ട് കാര്യം ഡീൽ ചെയ്യാണ്. അവിടെ പോലീസില്ല, സ്റ്റേറ്റ് ഇല്ല. അവിടെ നിങ്ങൾക്ക് ഡീൽ ചെയ്യാനുള്ളത് ആരായിരിക്കും? യു നീഡ് എ സ്ട്രോങ് മാൻ പൊളിറ്റീഷ്യൻ. അതുകൊണ്ട് അവർ സ്ട്രോങ് മാൻ പൊളിറ്റീഷ്യനെ എലക്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ നിങ്ങളൊന്ന് നോക്കിയിട്ടുണ്ടാവും, ഇന്ത്യയിലെ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ് നിന്ന് വലിയൊരളവിൽ ക്രിമിനൽസ് പൊളിറ്റിക്സിലേക്ക് വരുന്നുണ്ട്. ശ്രദ്ധിച്ചിട്ടൊന്ന് നോക്കി അറിയാല്ല. ഇപ്പം നേരത്തെ പറഞ്ഞ ഷഹാബുദ്ദീൻ മുസ്ലിങ്ങൾ എന്നാണ്, മുഖ്താർ അൻസാരി, ഇതുപോലുള്ള ഈ അടുത്ത് യു.പിയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു പൊളിറ്റീഷ്യൻ ഉണ്ടായിരുന്നു, ഒരു മുസ്ലിം പൊളിറ്റീഷ്യൻ. എന്തുകൊണ്ടായിരിക്കും മുസ്ലിങ്ങളുടെ നിന്ന് ക്രിമിനൽസ് ഇത്രയും എലക്ട് ചെയ്യപ്പെടുന്നത്? പ്രൊപ്പഗണ്ട ആൻസർ എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ മുസ്ലിങ്ങൾ ക്രിമിനൽ ആയതുകൊണ്ടാണ്. പക്ഷേ അതിന് സിമ്പിൾ ആൻസർ എന്താണെന്ന് വെച്ചാൽ ഡിവിഷൻസ് എവിടെ ഉണ്ടോ, അതായത് എവിടെയെങ്കിലും വിഭാഗീയത ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് സ്റ്റേറ്റിനെ വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ എലക്ട് ചെയ്യുക ഇങ്ങനത്തെ ക്രിമിനലുകളായിരിക്കും. കാരണം നിങ്ങൾക്ക് വിശ്വസിക്കുന്നത് ഈ സ്ട്രോങ് മാൻ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ഇതിൻ്റെ ഒരു ക്ലാസിക് കേസ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഡൽഹിയിൽ, സദേൺ ഡൽഹിയിൽ ഞങ്ങൾ ജാമ്യ മില്ലിയിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കോൺസ്റ്റിറ്റ്യുവൻസി ഓക്ല കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. അവിടെ ഉണ്ടായിരുന്നൊരു കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ MLA ആയിരുന്നു. ആൾ ഒരു യു.പിയിൽ ഒരു വില്ലേജിൽ നിന്നാണ് ആൾ വരുന്നത്. ഇയാൾ ക്രിമിനൽ കേസസ് ഉള്ള ആളാണ്. ഇന്ത്യ മുഴുവനും പരിഷ്കരിക്കണം, ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞ ആം ആദ്മി പാർട്ടി അവിടെ കൊണ്ടുവച്ച കാൻഡിഡേറ്റ് ആരാന്നറിയോ? അതേ വില്ലേജിൽ നിന്ന് വരുന്ന ക്രിമിനൽ കേസസ് ഉള്ള വേറൊരാളെയാണ്. എന്തുകൊണ്ട് ഓക്ലയിലുള്ള ജനങ്ങൾ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളെ എലക്ട് ചെയ്തു എന്ന് ചോദിച്ചാൽ അവർ ആ ഒരു ഗട്ടോയിൽ ശരിക്കും നന്നായിട്ട് ഇൻസെക്യൂരിറ്റി ഫേസ് ചെയ്യുന്നുണ്ട്. ഇത് മുസ്ലിങ്ങളെ മാത്രം കാര്യമല്ല, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് മുസ്ലിങ്ങളുടെ മാത്രം കാര്യമല്ല. എവിടെയും നിങ്ങൾ ഡിവൈസീവ് എലമെൻറ്റ്സ് വർക്ക് ചെയ്യുന്നുണ്ടോ? BJPയിലെ കാൻഡിഡേറ്റ്സിനെ നോക്കുക. എന്തുകൊണ്ട് തഗ് ഡയലോഗ് പറയുന്ന ക്രിമിനൽ കേസസ് ഉള്ള ഇപ്പോൾ ഈ അടുത്ത് ഒളിമ്പിക്സ് അസോസിയേഷനിൽ ബ്രിജ്ഭൂഷൺ യാദവ് എന്ന് കേട്ടിട്ടില്ലേ? ആളൊക്കെ പിന്നെ കേസുണ്ട്. പിന്നെ എന്തുകൊണ്ട് ആളുകളിലേക്ക് പോകുന്ന നേരം അവരെ എലക്ട് ചെയ്യപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ലൈക്ക് ദർ ഈസ് ഡിവൈസീവ് എലമെൻറ്റ് നിങ്ങൾക്ക് സൊസൈറ്റിയിൽ. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ആളുകളെ തിരിച്ചു വിളിക്കാനുള്ള അവകാശം വേണമെന്ന് പറയുന്നത് ദാറ്റ്സ് എ വെരി സൂപ്പർഫിഷ്യൽ എലമെൻറ്റ്. അതൊരു ഭയങ്കര കോംപ്ലക്സ് ഫിനോമിന. ഈ ക്രിമിനൽസ് എങ്ങനെ പൊളിറ്റിക്സിലേക്ക് കയറി വരുന്നു എന്നുള്ളത്
ഭയങ്കര കോംപ്ലക്സ് ഫിനോമിന. അത് കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ചർച്ച ചെയ്യുമ്പം നമുക്ക് ഇവിടെ മാത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാവില്ല. കാരണം ഇതിൻ്റെ ഒരു നിയമം വരേണ്ടത് ഡൽഹിയിൽ നിന്ന് വരണം. ഡൽഹിയിൽ നിന്ന് അവർ പരിശോധിക്കുന്നത് എന്തായിരിക്കും വെച്ചാൽ ഈ സ്റ്റേറ്റുകളിലൊക്കെ ഉള്ള കാര്യങ്ങൾ. ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയമല്ല, ഞാൻ വേറൊരു വിഷയം കൂടെ ഇപ്പോൾ ഓർമ്മയിൽ വന്നു. മറ്റേ മന്ത്രിയായിരുന്ന ഈ കോടതിയിൽ നിന്ന് മറ്റേ തൊണ്ടി മുതൽ മാറ്റിയിട്ടുള്ള അതെ, അദ്ദേഹത്തിൻ്റെ കേസും സമാനമായ ഒരു ക്രിമിനൽ കേസ് കോടതിയെ കബളിപ്പിക്കുന്ന ആന്റണി അല്ലല്ലോ, അല്ല ആന്റണി രാജു ഡെമോക്രാറ്റിക് കേരള കോൺഗ്രസ് നേതാവായ ആന്റണി രാജു. അദ്ദേഹം അഡ്വക്കേറ്റ് ആയിരുന്നു. ആ സമയത്താണ് ഒരു മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് ഒരു തെളിവ് തൊണ്ടി മുതൽ കോടതിയിൽ നിന്ന് അടിച്ചു മാറ്റി അതിൽ രൂപഭേദം വരുത്തിയിട്ട് വെക്കുകയാണ്. അങ്ങനെയാണ് അതിൽ പ്രതിരക്ഷപ്പെട്ടത്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ അവർ നേരത്തെ പറഞ്ഞതുപോലെ ഇവരെ ഫിൽട്ടർ ചെയ്യാനുള്ള ഒരു അവസരം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഇതിന് ഈക്വലി ഷാഹുൽ പറഞ്ഞതുപോലെ തന്നെ ഈക്വലി ഇവരോട് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന ആളുകളെ ആയിരിക്കണം അപ്പുറത്തും കൊണ്ടുവന്ന് നിർത്തുക. അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഫൈറ്റ് ചെയ്യാനോ, ഇപ്പോൾ പൊളിറ്റിക്കൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ക്ഷേമപ്രവർത്തനം മാത്രമൊന്നുമല്ല, സമരങ്ങൾ ചെയ്യുക, അതുപോലെ തന്നെ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഇടപെടുകയും അത്യാവശ്യമുണ്ടെങ്കിൽ പോലീസുമായോ എതിരാളികളുമൊക്കെയായി ഏറ്റുമുട്ടാനുള്ള സംഘങ്ങളുണ്ടാവുക, അതിനുള്ള വിൽ പവർ ഉണ്ടാവുക. ഇത്തരം ആളുകളൊക്കെയാണ് പലപ്പോഴും പൊളിറ്റിക്സിൽ കടന്നു വരുന്നത്. അപ്പോൾ അപ്പുറത്ത് വരുന്നതും സമാനമായ അതേ ക്വാളിറ്റി എന്ന് മീൻസ് ഇൻ കോട്ട്സ് അത്തരം ആളുകളായിരിക്കും അപ്പുറത്തും വരുന്നത്. അപ്പോൾ ഇതിൽ തിരഞ്ഞെടുക്കാനുള്ള അവസരങ്ങൾ ആളുകൾക്ക് കുറവാണ്. ഈ രണ്ടിൽ ആരെങ്കിലും തിരഞ്ഞെടുക്കേണ്ടുന്ന അവസരം പലപ്പോഴും വരും. പക്ഷെ പിന്നീട് അതിലൊരു ഫിൽറ്റർ ചെയ്യാൻ കിട്ടുന്ന അവസരം 5 വർഷത്തിന് ശേഷമാണ്. അപ്പോൾ ഈ 5 വർഷം വരെ ജനങ്ങൾക്ക് കാത്തിരിക്കണം. ഞങ്ങളുടെ MLA അല്ലെങ്കിൽ ജനപ്രതിനിധി ഞങ്ങളുടെ കാര്യങ്ങൾ നിർവഹിക്കുന്നില്ല എന്ന് മാത്രമല്ല, പലതരത്തിലുള്ള ഞങ്ങൾക്കെതിരായ താല്പര്യങ്ങളുള്ള ആളുകൾ, ക്രിമിനൽ പശ്ചാത്തലമുള്ളവരോ അഴിമതിക്കാരനോ ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളാണ് എന്ന് 5 വർഷം നമ്മൾ കാത്തിരിക്കേണ്ടി വരുന്നൊരവസ്ഥയാണ്. ഇപ്പോൾ തിരിച്ചു വിളിക്കാനുള്ള റൈറ്റ് ഇല്ല എങ്കിൽ പോലും ഒരു MLAയുടെ പ്രവർത്തനം വിലയിരുത്താൻ ഇപ്പോൾ നമുക്ക് പഞ്ചായത്തുകളിൽ ഇതിനൊരു ചെറിയ അവസരമുണ്ട്. ഗ്രാമസഭകൾ കൂടുമ്പോൾ നമ്മൾക്ക് മെമ്പറെ ചോദ്യം ചെയ്യാം, നിങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങളുടെ വാർഡിൽ എന്ത് ചെയ്തു, അല്ലെങ്കിൽ ഞങ്ങളുടെ ആ പ്രദേശത്തെ റോഡ് നന്നാക്കാൻ എന്ത് ചെയ്തു, അല്ലെങ്കിൽ ഇവിടെ വെള്ളം എത്തിക്കാൻ നിങ്ങൾ എന്ത് ചെയ്തു, എന്താണ് ചെയ്യാത്തത്, അല്ലെങ്കിൽ ഇവിടെ ഒരു വീട് നന്നാക്കാനായിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ, ഇതൊക്കെ ചോദിക്കാം. പക്ഷേ ഒരു MLAയോടോ MP യോടോ ചോദിക്കാൻ ഇന്നത്തെ സാഹചര്യത്തിലൊരു അവസരവുമില്ല. അപ്പോൾ അത്തരത്തിൽ ജനഹിത പരിശോധനയെങ്കിലും നടത്താനുള്ള അവസരം ഇന്ത്യയിൽ ഉണ്ടാകണ്ടേ എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ഒരു MLAയുടെ ജോബ് ശരിക്കും എന്താണ് എന്നുള്ളത് ജനങ്ങൾക്ക് അറിയുമോ? ഇപ്പോൾ നിയമനിർമ്മാണമാണ് യഥാർത്ഥത്തിലുള്ള ജോലി. രണ്ടാമത്തെ ആ ജനങ്ങളെ പ്രതിനിധീകരിച്ചിട്ട് ആ സഭയിൽ പോയിട്ട് കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാന്ന് പറയുന്നത്. അവിടുത്തെ ഇപ്പം ചില ആളുകൾ പറയാറുണ്ട്, ഈ വിഷയം വരുന്ന സമയത്ത് MLA വർക്ക് ചെയ്യുന്നില്ല എന്ന് ജനങ്ങൾ പറയുന്നുണ്ട്. ചിലപ്പോൾ അതൊരു ഗ്രാമപഞ്ചായത്തിൻ്റെ റോഡിനെ കുറിച്ചായിരിക്കും, വെള്ളത്തിനെ കുറിച്ചായിരിക്കും, ചിലപ്പോൾ അവിടുത്തെ സ്കൂളിനെ കുറിച്ചായിരിക്കും. ഈ കാര്യങ്ങളൊക്കെ ഒന്നുകിൽ അവിടുത്തെ ലോക്കൽ ബോഡീസ് ചെയ്യേണ്ടതായിരിക്കും, അതല്ലെങ്കിൽ അവിടുത്തെ ഗവൺമെൻറ് ചെയ്യേണ്ടതായിരിക്കും. അപ്പോൾ ഒരു MLAയുടെ MP-യുടെയും റോളിലെ ഡിഫറൻസ് എന്താണ്, അല്ലെങ്കിൽ ഒരു MLAയുടെയും മിനിസ്റ്ററുടെയും റോളിലെ ഡിഫറൻസ് എന്താണ് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് പോലും അറിയാത്ത സ്ഥിതിക്ക് നിങ്ങൾക്കൊരു സോഷ്യൽ ഓഡിറ്റിംഗ് സംവിധാനമൊക്കെ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ അത് ഏത് രീതിയിലായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതൊരു ഭയങ്കര സംശയമായിട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, നമുക്ക് എല്ലാ റീഫോംസും അല്ലെങ്കിൽ എല്ലാ ആക്ടിവിറ്റീസും നമുക്ക് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഭരണകൂട തലത്തിൽ മാത്രം സംഭവിക്കേണ്ടതല്ല. അത് നമ്മൾ കുറേ കൂടെ സിവിൽ സൊസൈറ്റി തലത്തിലാണ് കുറേ കാര്യങ്ങൾ ഡീൽ ചെയ്യേണ്ടത്. ഇതിൻ്റെ വിഷയം എന്താണെന്ന് അറിയോ? നമ്മളെപ്പോഴും പ്രതീക്ഷിക്കുന്ന എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിൽ ഗവൺമെൻറ് ഇടപെടണം, സർക്കാർ ഇടപെടണം എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വലിയൊരു മിസ്റ്റേക്കാണ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഗവൺമെൻറ്റിനെ എംപവർ ചെയ്യാം. ഗവൺമെൻറ്റിന് കൂടുതൽ പവർ കൊടുത്താലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇന്നിവിടെ കോൺഗ്രസ്സോ ഇടതുപക്ഷമോ അല്ല, നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാത്ത ആളുകളായിരിക്കും ഭരിക്കുന്നത്. നാളെ ഈ ഭരണം ചില പ്രൊസീജിയറിലൂടെ വേറെ ആളുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവർക്ക് അൺഡ്യൂ പവർ നിങ്ങൾ ഏത് വിഷയത്തിലാണെങ്കിലും, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കേരളത്തിലൊരു സ്കൂളിലൊരു പ്രശ്നം സംഭവിച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താ, മിനിസ്റ്റർ
ശിവൻകുട്ടി ആ വിഷയത്തിൽ ഇടപെടണം എന്നാണ്. ഒരിക്കലും ആ ഒരു പ്രാക്ടീസ് നമ്മൾ എൻ്റർടൈൻ ചെയ്യാൻ പാടില്ല. കാരണം അത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇന്ന് ശിവൻകുട്ടി ഇടതുപക്ഷക്കാരനാണ്, നിങ്ങൾക്ക് ആർക്കും വലിയ കുഴപ്പമില്ല. അതിൽ വേറൊരാളാണ് നമ്മൾ വിചാരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, കേന്ദ്രത്തിൽ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഇവിടെ വരാൻ പോകുന്നതെങ്കിൽ അവർ ഓരോ സ്കൂളുകളിലേക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ തുടങ്ങും. നമ്മൾ പ്രാക്ടീസസ് ക്രിയേറ്റ് ചെയ്യാണ്. ഓൾറെഡി ചെയ്യുന്നുണ്ട്. ഇത് ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു സമയത്ത് വന്ന പ്രാക്ടീസസുകളാണ്. അപ്പോൾ എൻ്റെ ഒരു അൾട്ടിമേറ്റ് പോയിന്റ് അതിൽ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് നാട്ടിൽ എന്തെങ്കിലും നല്ലത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെപ്പോഴും ഒരു പൊളിറ്റിക്കൽ സൊല്യൂഷനിലേക്ക് അതിനെ നിൽക്കണമെന്നില്ല. ഗവൺമെൻറ് തലത്തിലേക്ക് അതിനൊരു നിയമനിർമ്മാണം കൊണ്ടുവന്നിട്ട് ചെയ്യിക്കണമെന്നില്ല. സിവിൽ സൊസൈറ്റിയിൽ ഒരുപാട് മെഷേഴ്സ് ഉണ്ട്. സിവിൽ സൊസൈറ്റിയിലെ ആളുകൾ നിങ്ങൾ അവയർനെസ് കൊടുക്കുക. സിവിൽ സൊസൈറ്റി പ്രഷർ ചെയ്യുകയാണെങ്കിൽ ഒരു MLA അക്കൗണ്ടബിൾ ആയിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോൾ ഒരു ഗ്രാമസഭ വിളിക്കുന്നത് പോലെ MLAക്കോ MPയോ നമുക്ക് അക്കൗണ്ടബിൾ ആക്കാൻ പറ്റിക്കൊള്ളണമെന്നുണ്ടാവില്ല. പക്ഷേ വേറെ കുറേ നമ്മൾ ചർച്ച ചെയ്തതുപോലെ ഇപ്പോൾ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അവൈലബിൾ ആണ്. അതിലൊക്കെ കൂടെയൊക്കെ നമുക്ക് വീണ്ടും ജനഹിത പരിശോധന എന്ന് പറഞ്ഞ് വീണ്ടും തെരഞ്ഞെടുപ്പിൻ്റെ അത്രയും റിസ്കി ആയിട്ടുള്ള അത്രയും ചിലവേറിയ ഒരു സംവിധാനം നടപ്പാക്കണമെന്നില്ല. മറിച്ച് നമുക്ക് മൊബൈൽ ഫോണിൽ വലിയ തോതിൽ ഉപയോഗിക്കുന്ന ആളുകളാണ് കേരളത്തിലുള്ളത്. മൊബൈൽ ഫോൺ ഇല്ലാത്തൊരു വീട് കേരളത്തിൽ ഉണ്ടാകുമോ? വളരെ കുറവായിരിക്കും ഉണ്ടാവുക, ഉണ്ടെങ്കിൽ തന്നെ. അപ്പോൾ അത്തരത്തിൽ ഉപയോഗിക്കാൻ ശേഷിയുള്ള മറ്റ് തരത്തിലുള്ള ഇലക്ട്രോണിക് സംവിധാനങ്ങളൊക്കെ തന്നെ ഉപയോഗിക്കാൻ ശേഷിയുള്ള പൗരന്മാരാണ്, വോട്ടർമാരാണ് കേരളത്തിലെങ്കിലും ഉള്ളത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയും. അപ്പോൾ അവർക്ക് അത്തരത്തിലുള്ളൊരു ജനഹിത പരിശോധന, ഒരു റഫറൻഡം നടത്താൻ, ഒരു MLA വിലയിരുത്താൻ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിയെ വിലയിരുത്താൻ അത്തരമൊരു അവസരമുണ്ടെങ്കിൽ ഇന്ന് അസാധ്യമായൊരു കാര്യമല്ല. അപ്പോൾ ഇതിനെ അനുകൂലിക്കുന്ന ഈ സിവിൽ സൊസൈറ്റി മൂവ്മെൻറ്റുകളാണ് പലപ്പോഴും ഈ റഫറൻഡത്തെക്കുറിച്ചും റൈറ്റ് ടു റീകോൾ എന്ന് പറയുന്ന ആവശ്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ പറയുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് അങ്ങനെ വിലയിരുത്താൻ കഴിയുന്നുണ്ടെങ്കിൽ, അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് പുറത്തു വിടാൻ കഴിയുന്നുണ്ടെങ്കിൽ, ഒരു ജനപ്രതിനിധി ജനങ്ങളോട് അല്ലെങ്കിൽ ആ മണ്ഡലത്തോട് അല്ലെങ്കിൽ ആ സിസ്റ്റത്തോട്, കോൺസ്റ്റിറ്റ്യൂഷനോട് കുറച്ചുകൂടെ റെസ്പോൺസിബിളായി മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഡെമോക്രസിയെ കുറച്ചുകൂടി അർത്ഥപൂർണ്ണമാക്കി മാറ്റാൻ ഇത് കഴിയുമെന്നുള്ളതാണ് അവർ ഉന്നയിക്കുന്ന ഒരു അഭിപ്രായം. ഈ വിഷയത്തിൽ റഫറൻഡം അതല്ലെങ്കിൽ നിങ്ങളൊരു ജനപ്രതിനിധിയെ തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ അനദർ എലക്ഷൻ തന്നെ ആയിരിക്കും. കാരണം നിങ്ങൾ പറയുന്നത് ഇപ്പം നമുക്ക് ഇലക്ട്രോണിക് മോഡ് ഉപയോഗിച്ചുകൊണ്ട് ആ പ്രൊസീജിയർ നടത്താൻ പറ്റുമെന്ന് വെച്ചാൽ അത് ടാമ്പർ ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് EV മെഷീൻസ് വന്നിട്ട്, ഇത്രയും പ്രൊട്ടക്റ്റഡ് ആണെന്ന് പറയുന്ന മെഷീൻസ് വന്നിട്ട് നിങ്ങൾക്ക് അതിനെ ടാമ്പർ ചെയ്യാൻ റൂളിംഗ് പാർട്ടികൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഇത്തരത്തൊരു റഫറൻഡത്തെ ചിലപ്പോൾ ആളെ താഴെ ഇറക്കിയിട്ടില്ലെങ്കിൽ 2 സ്റ്റേജ് ഉണ്ട്. ഒന്ന്, റഫറൻഡം വേണമെന്നുള്ള ആവശ്യം നിശ്ചിത ശതമാനം ആളുകൾ, പല രാജ്യങ്ങളിലും അങ്ങനെയാണ്, നിശ്ചിത ശതമാനം ആളുകൾ ആവശ്യപ്പെട്ടാൽ മാത്രമേ റഫറൻഡം നടത്തേണ്ടതുള്ളൂ. അതുപോലെ തന്നെ ആ റഫറൻഡത്തിൽ ഒരു 75% അല്ലെങ്കിൽ 50% ആളുകൾ ഈ ജനപ്രതിനിധിക്ക് എതിരായി വോട്ട് ചെയ്താൽ മാത്രമാണ് മാറി നിൽക്കേണ്ടതുള്ളൂ. ഈ വിഷയത്തിലും ഞാൻ പറയുന്നൊരു വിഷയം, നമ്മൾ ഒരിക്കലും ഒരു പൊളിറ്റിക്കൽ സൊല്യൂഷനിലേക്കോ സ്റ്റേറ്റിലേക്ക് ഇതിനൊരു പരിഹാരത്തിലേക്കോ നോക്കാതെ ഈ സിവിൽ സൊസൈറ്റി തലത്തിൽ ആളുകൾക്ക്, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടേതായ സർവേകൾ നടത്താം. സർവേ നടത്തിയിട്ട് ആളുകളുടെ ഫീഡ്ബാക്ക് ഗവൺമെൻറ്റിനെ അറിയിക്കാം, അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെ അല്ല റെപ്രസെൻറ്റേറ്റീവിനെ അറിയിക്കാം. ആ രീതിയിലേക്ക് നീങ്ങുന്നതായിരിക്കും ജനാധിപത്യത്തിൻ്റെ, പ്രത്യേകിച്ച് ഈ ഇന്ത്യയിൽ ഇപ്പോഴുള്ള സവിശേഷ സാഹചര്യത്തിൽ നല്ല നടപടി. അതന്നെ ശുദ്ധമായൊരു ഡെമോക്രാറ്റിക് സിസ്റ്റം അല്ല നിലവിൽ നിൽക്കുന്നത്. നമ്മൾ 947 ഇന്ത്യ ഡെമോക്രസി ആവുന്ന സമയത്ത് അന്ന് ലോകത്ത് പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റുകളും എന്തായാലും വേൾഡ് ലീഡേഴ്സൊക്കെ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊരിക്കലും ഡെമോക്രസി ആയിട്ട് സർവൈവ് ചെയ്യാൻ കഴിയില്ല എന്ന്. 65 ആകുമ്പോഴേക്ക് സ്കോളേഴ്സൊക്കെ പറഞ്ഞു തുടങ്ങി ഇത് തകരാൻ പോവാണ്. പക്ഷെ എന്നാലും നമ്മൾ സർവൈവ് ചെയ്തു. ആ സമയത്തൊക്കെ ഇന്ത്യൻ സ്കോളേഴ്സ് ഭയങ്കരമായിട്ട് ചെയ്യാൻ ഒരു ആൾട്ടർനേറ്റീവ് തിയറി തന്നെ കൊണ്ടുവന്നു, ഇന്ത്യൻ ഡെമോക്രസി ഒരു വേറെ കേസാണെന്ന്. പക്ഷേ 2014 ശേഷം ഈ പറഞ്ഞ സ്കോളേഴ്സൊക്കെ തിരുത്തി പറയാൻ തുടങ്ങിയിട്ടുണ്ട്, നമ്മൾ ഡെമോക്രസി ബാക്കോട്ടേക്ക് പോയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇല്ല, നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇപ്പോൾ എവിടെ ഉള്ളതെന്ന് നമുക്കറിയില്ല, ഒരു ലോ വർക്ക് ചെയ്യുന്നുണ്ടോയെന്ന് അറിയില്ല. അങ്ങനത്തെ ഒരു ഡെമോക്രസി തന്നെ പ്രോപ്പറായിട്ട് ഉണ്ടോയെന്ന് സംശയിക്കുന്നിടത്താണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റൈറ്റ് ടു റീകോൾ എന്ന് പറഞ്ഞ ഒരു വലിയൊരു അലങ്കാരത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നത്. നമ്മളിത് ഡിസ്കസ് ചെയ്യാനിടയായ ഒരു സാഹചര്യതാണ്. അത് രാഹുൽ മങ്കൂട്ടത്തിൽ മാത്രമല്ല, ഭരണപക്ഷത്തും അങ്ങനെ കുറേയേറെ MLA മാർ വന്നിട്ടുണ്ട്. സ്ത്രീപീഡന കേസുമായി ബന്ധപ്പെട്ട്
തന്നെ പല MLA-മാരും അവിടെയും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പൊതുവിൽ ഇതിലെല്ലാം ആളുകൾക്ക് അതൃപ്തിയുണ്ട്. ഇത്തരം ആളുകൾ ഞങ്ങളുടെ ജനപ്രതിനിധിയായി തുടർന്ന് ഞങ്ങൾ ഇവരെ തിരഞ്ഞെടുത്ത് വിട്ടു, ഇനി ഞങ്ങൾക്ക് ഇവരെ 5 വർഷം സഹിക്കണം എന്നൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് ഇതിനെ ഇവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയുന്ന തരത്തിലെങ്കിലും ഇപ്പോൾ ഇന്ത്യൻ ഡെമോക്രസിയുടെ ഒരു വലിയ സവിശേഷത മറ്റ് പല രാജ്യങ്ങളെ അപേക്ഷിച്ച് കുറച്ചുകൂടെ ജനങ്ങൾക്ക് പ്രാതിനിധ്യം കൊടുക്കുന്നതും ജനങ്ങൾക്ക് അവസരങ്ങൾ കൊടുക്കുന്നതുമാണെന്നാണ് ഇന്ത്യൻ ഡെമോക്രസിയുടെ ഒരു പ്രത്യേക ഫസ്റ്റ് പാസ് എന്ന് പറയുന്ന സംഗതികളുടെ ഡെമോക്രാറ്റിക് സിസ്റ്റത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അവസരം അതിനൊരു അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ ഇന്നത്തെ സാഹചര്യം ഷാഹുൽ പറഞ്ഞ ഈ ഒരു ഇപ്പോഴത്തെ നിലവിലുള്ളൊരു സാഹചര്യം പ്രശ്നം തന്നെയാണ്. ഏത് തരത്തിലും ഇപ്പം അല്ലാതെ തന്നെ നമ്മുടെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള SIR ആണെങ്കിലും മറ്റ് വോട്ട് ചോരി എന്ന് പറയുന്ന ആരോപണങ്ങളാണെങ്കിലും അങ്ങനത്തെ പലതരം വിഷയങ്ങൾ നമ്മൾ നിലനിൽക്കുന്ന സിസ്റ്റത്തെ തന്നെ ടാമ്പർ ചെയ്യുന്ന തരത്തിലുള്ള ഇടപാടുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരം ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഒരു ഐഡിയൽ ഡെമോക്രാറ്റിക് സിസ്റ്റത്തിലാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ, റഫറൻഡം, അത് റൈറ്റ് ടു റീകോൾ തുടങ്ങിയ കാര്യങ്ങൾ നടക്കുമോ എന്നുള്ളൊരു ഒരു ഡിസ്കഷന് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. ഈ തിരിച്ച് റൈറ്റ് ടു റീകോൾ എന്നൊക്കെ പറയുന്നതേ നമുക്ക് ബേസിക്കായിട്ട് നമ്മൾ പ്രശ്നം വരുന്ന റൈറ്റ് ടു റീകോളൊക്കെ വരികയാണെങ്കിൽ പിന്നെ നമ്മൾ 365 ഡേയ്സിൽ ഒരു ഇലക്ഷൻ മോഡിൽ ഇന്ത്യ വർക്ക് ചെയ്യേണ്ടി വരും. ഇന്ത്യയിൽ ബാക്കി ഒരു മണ്ഡലത്തിൽ മാത്രം എടുത്താൽ മതി. ഇനി മണ്ഡലത്തിൽ മാത്രമാണെങ്കിലും നിങ്ങൾക്ക് അത്രയും റീകോൾ കേസസുകളും പ്രശ്നങ്ങളും വരാൻ സാധ്യതയുണ്ട്. കാരണം ഇവിടെ സ്റ്റേബിൾ ഗവൺമെൻറ്റ്സ് ഇല്ലാത്ത കുറേ സ്റ്റേറ്റുകളുണ്ട്. ആ സാഹചര്യത്തിൽ 365 ഡേയ്സ് നമ്മൾ അതിനെ ഒന്നുകൂടെ നോക്കേണ്ടത് ലോകത്ത് എവിടെ ഇല്ലാത്ത ഒരു ഐറ്റം പ്രാക്ടീസാണ് മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് ഒക്കെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് മാത്രം. കാരണം ഇന്ത്യ അത്രയും മെച്യൂർ ആയിട്ടുള്ളൂ ഡെമോക്രസിയിൽ. US-ലൊക്കെ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് വരുന്നുണ്ടോ, ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും പദ്ധതിയിൽ ഗവൺമെൻറ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോയെന്ന് വെച്ചാൽ അങ്ങനെയൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇന്ത്യയിൽ നിങ്ങൾ ഒരു ഇലക്ഷൻ വരികയാണെങ്കിൽ നിങ്ങൾക്കൊരു 2 മന്ത് അവിടെ ഒരു ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസും ഇല്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്, വി ആർ നോട്ട് ദാറ്റ് മെച്യൂർ ഇനഫ് ടു ഗെറ്റ് റൈറ്റ് ടു റീകോൾ. ഓക്കെ, ഡോക്ടർ ഷാഹുൽ പറയുന്നതനുസരിച്ചിട്ട് നമ്മുടെ ഡെമോക്രാറ്റിക് സിസ്റ്റം തന്നെ വളരെ അപകടകരമായൊരു സ്ഥിതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ത്യയിലുള്ളത്. ജനാധിപത്യം തന്നെ നിലനിൽക്കും, ജനാധിപത്യം എന്ന് പറയുന്ന ഐഡിയ പോലും നിലനിൽക്കുമോ എന്ന് സംശയത്തിന് നിലനിൽക്കുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ഇത്തരം റൈറ്റ് ടു റീകോൾ പോലുള്ള റഫറൻഡം പോലുള്ള കാര്യങ്ങൾ നടപ്പാക്കുന്നതിൻ്റെ അപ്രായോഗികതയും പ്രശ്നങ്ങളെക്കുറിച്ചുമാണ് ഷാഹുൽ പറയുന്നത്. അതേസമയം തന്നെ ജനാധിപത്യത്തിൽ ഇത്തരം പൗരന് വോട്ട് ചെയ്യുന്നതിനപ്പുറത്തുള്ള അവകാശം, ഒരു ജനപ്രതിനിധിയെ വിലയിരുത്താനും ആവശ്യമെങ്കിൽ തിരിച്ചു വിളിക്കാനുമുള്ള അവകാശം ഉണ്ടാകേണ്ടതല്ലേ എന്നുള്ള വിഷയമാണ് നമ്മളിന്നിവിടെ ചർച്ച ചെയ്തത്. അവസാനിപ്പിക്കുന്നത്. നന്ദി ഷാഹുൽ. താങ്ക് യു.